ശ്രീ മോഹനപിള്ള, ബ്രിഗേഡിയർ മോഹനപിള്ള ആദ്യം മുതൽ തന്നെ രാജ്യം അതിൻ്റെ സ്റ്റാൻഡ് കൃത്യം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ആക്രമിച്ചു, എന്തുകൊണ്ട് ഈ 9 കേന്ദ്രങ്ങൾ, ഈ 9 കേന്ദ്രങ്ങൾ എവിടെയൊക്കെ, അവിടെ ഉണ്ടായിരുന്നത് ആരൊക്കെ, അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ജംഗിൾ വാർഫെയറിൽ പരിശീലനം കൊടുക്കുന്നത് എവിടെ, സൂയിസൈഡ് അറ്റാക്കിൽ പരിശീലനം കൊടുക്കുന്നത് എവിടെ, അങ്ങനെ കൃത്യമായി ഈ പറഞ്ഞ ക്യാമ്പിനകത്തുള്ള ഒരാൾ പറഞ്ഞ പ്രസിഷനിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ് നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ നേരിട്ട വേദനയ്ക്ക് കണ്ട പരിഹാരമാണ്, ഞങ്ങൾ ഇനി ഒന്നിനുമില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു, പക്ഷേ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അതാ ഇന്നിറങ്ങിയ വാർത്താ സമ്മേളനം നമ്മൾ പറയുന്നു ഞങ്ങൾ റെസ്ട്രെയിന് തയ്യാറാണ്, ഞങ്ങൾക്ക് സമാധാനമാണ് വലുത്, പക്ഷെ ഞങ്ങളുടെ സമാധാന ആഗ്രഹത്തെ നിങ്ങൾ ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കും. നമ്മൾ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് ഏറ്റവും കൂടുതൽ അവരുടെ ഖ്വാജ ആസിഫിൻ്റെ പ്രസ്താവന വരുന്നത് ഇങ്ങനെയാണ്, ശ്രീ മോഹൻപിള്ള: there is almost no way to reduce tensions and the conflict is reaching a dead end. ആ രാജ്യം അതിൻ്റെ വിനാശത്തിലേക്കുള്ള പോക്കിലേക്കാണെന്ന് മനസ്സിലാക്കണോ ഈ രാത്രി, ശ്രീ മോഹനപിള്ള? തീർച്ചയായിട്ടും അത് ബ്രീഫിങ്ങിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ അതോടൊന്ന് ആഡ് ചെയ്യട്ടെ. നമ്മൾ പഹൽഗാമിൻ്റെ റിപ്ലൈ ആയിട്ടല്ല അത് ശരിക്കും പറഞ്ഞ് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അക്ഷരധാം തൊട്ടുള്ള സ്ലൈഡ് പുറകിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. കാര്യം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് തന്നെയല്ല, നമ്മൾ അക്ഷർധാം മുതൽ വർഷങ്ങൾക്ക് മുമ്പുള്ള എല്ലാ ഈവൻസിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഈ ടെററിസ്റ്റുകളെ അവരെ മാത്രമാണ് നമ്മൾ ഹണ്ട് ചെയ്യുന്നതെന്ന് കാണിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നോട്ട് ഓൺലി പഹലമ മീൻസ് അതിനകത്ത് ഒരു ഫാക്ടർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള മോസ്റ്റ് ടെക്നിക്കൽ ആസ്പെക്റ്റും ആൻഡ് വൈ വി ആർ നോട്ട് ഡയറക്ട്ലി ഗോയിങ് ടു ദ വാർ, അത് ശരത് സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് വെരി ക്ലിയർ ആൻഡ് ആമ്പിൾ. ഞാൻ വേറൊരു ആംഗിളിലാണ് ഇതിനെ കാണുന്നത്. അതായത് ഈ ടെററിസ്റ്റ് അറ്റാക്ക് നമ്മൾ സിന്ദൂർ നടത്തിയപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല മുറിത്കയിൽ ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടാകും. അപ്പോഴാണ് അവർ ഡിക്ലെയർ ചെയ്തത് തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോഴാണ് 1 by 1 ആയിട്ട് മേളിലോട്ട് കയറി വരുന്നത്. അതായത് കണ്ടഹാർ എയർ ഹൈജാക്കിൽ കൺട്രോൾ ചെയ്തതും പാർലമെന്റ് അറ്റാക്കിൽ കൺട്രോൾ ചെയ്തതും അതുപോലെ തന്നെ മസൂദ് അസറിന്റെ സഹോദരനും സഹോദരിയും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു അറ്റാക്ക്. മസൂദ് അസർ ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം, മേ ബി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം, വി ഡോണ്ട് നോ. ഈ നെവർ കെയിം ഇൻ ലൈം ലൈറ്റ്. അത് ഒരു മേജർ ഫാക്ടറാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇമ്മീഡിയറ്റ്ലി ഈ ടെററിസ്ഥാൻ്റെ വസീർ ആദം പറഞ്ഞത്, നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോർമൽസിക്ക് വേണ്ടി തയ്യാറാണ്. പക്ഷേ അവിടെ ഈ 2 ഫാക്ടേഴ്സാണ്, നോട്ട് ഓൺലി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഹെഡ് അല്ല അവിടെ, ഈ ജിഹാദി ജനറൽ നിയന്ത്രിക്കുന്ന ടെററിസ്റ്റ് ഹെഡ്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്രയും ടെററിസ്റ്റിന് നഷ്ടമുണ്ടായതുകൊണ്ടാണ് ഒന്നുകൂടി കൂട്ടി വായിക്കണം ഇന്ന് നടന്നത്. അതായത് അൽ-ഖ്വയ്ദ ഓപ്പണായിട്ട് പറയുന്നു ടു ഡു ജിഹാദ് അഗനിസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം വരുമ്പം എല്ലാവരും ഒന്നെന്ന് പറഞ്ഞ മാതിരി ഈ കാര്യം വരുമ്പോൾ ഈ ടെററിസ്റ്റുകൾ എല്ലാവരും കൂടി ഒന്നാണ്. അതാണ് നമ്മൾ ഇപ്പം ഓൾറെഡി നമ്മൾ ഇപ്പോഴും സ്റ്റിൽ വി ആർ സേയിങ് ദാറ്റ്. പക്ഷെ നമ്മൾ അടിക്ക് തിരിച്ചടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് ഒന്നുകൂടി അത് ആഡ് ചെയ്ത് പറയുന്നു. കാര്യം ദേ വിൽ ടാർഗറ്റ് ഇന്ത്യ അഗെയിൻ ടുനൈറ്റ് ഓർ ടുമാറോ അഗെയിൻ, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ ശരത് സാർ അത് ആഡ് ചെയ്തു. എയർപോർട്ടും എയർ സിസ്റ്റവും ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ന്യൂട്രലൈസ് ചെയ്തു. പക്ഷേ ഇനിയും പ്രൊവോക്കേഷന് മുതിർന്നാൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പറവകളുണ്ടാവും. ഈ പറവകളെല്ലാം ന്യൂട്രലൈസ് ചെയ്ത എയർ സ്പേസിൽ, ടെററിസ്റ്റാൻ്റെ എയർ സ്പേസിൽ പറന്ന് നടന്ന് വേണ്ട പണികൾ ചെയ്ത് തിരിച്ചു വരും. അതിനകത്ത് അപ്പോൾ അൾട്ടിമേറ്റ്ലി വരാൻ പോകുന്നത് എന്താണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്? ഇത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മളുടെ അറ്റാക്ക് 1 ടാർഗറ്റ്, ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ്, അത് ശരത് സാർ മിസ് ചെയ്താണോ എന്നറിയില്ല. വി ആർ ഓൾവേസ് എയിമിംഗ് ഫോർ റാവൽപിണ്ടി, ദ ആർമി ഹെഡ് ക്വാർട്ടർ ഓഫ് ദി ടെററിസ്ഥാൻ. അവിടെ അടുത്താണ് ടാർഗറ്റ് മാറിയിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ക്രിക്കറ്റ് ഫീൽഡ് വരെ തീർത്തു കഴിഞ്ഞു. ഇനിയും അടുത്ത ടാർഗറ്റും ഉണ്ട്. അതിനകത്തൊന്നും പ്രത്യേകിച്ചിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല എങ്കിൽ ആ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞ് അതിൻ്റെ ആൻസർ കിട്ടിയേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ ഐ എം അഫ്രൈഡ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദിസ് ടെററിസ്ഥാൻ. എന്ത് സംഭവിക്കും? ഒരു സൈഡിൽ ഒന്ന് നിസ്സഹായമായി നിൽക്കുക ബലൂച്ചികളും മറ്റുള്ള ഇതിലും കൂടി ഇവരുടെ കണ്ടീഷൻ എന്താ എന്നോർത്ത് സ്വയം ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ബി വെരി കെയർഫുൾ
ബിക്കോസ് വെറി പിടിച്ചു നിൽക്കുന്ന വെട്ടാൻ പോകുന്ന പോത്തിന്റെ മുന്നിൽ പക്കാല പാടിയിട്ടൊരു കാര്യമില്ല എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത് ഈ വെട്ടാൻ വരുന്ന പോത്താണ്. അപ്പോൾ അതിനെ ആ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ആ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, ദൈമേ സ്റ്റാർട്ട് വിത്ത് ദിസ് തിങ്, മിസൈൽ എല്ലാം ഉണ്ട്, ഒരു 20-25 അറ്റ് എ ടൈം, ബട്ട് വി മേ മിസ് 1 or 2, then we may have to accept the calculated risk as such. അത് നമ്മൾ എടുക്കേണ്ടി വരും. നോട്ട് ഫുൾ പ്രൂഫ് അല്ല. കാര്യം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ അഗ്നി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനതയുടെ മൊത്തം രോഷാഗ്നിയാണ്. ടെററിസ്റ്റിനെതിരായിട്ടുള്ള നോട്ട് അഗൈൻസ്റ്റ് ടെററിസ്ഥാൻ. ആ രോഷാഗ്നിയിൽ ഈയാമ്പാറ്റകളെ പോലെ വന്ന് വീഴുകയാണ്, അവിടെ വെച്ച് തീരുവാണ്, ന്യൂട്രലൈസ് ചെയ്യുകയാണ്. we made such kind of a fire and they are coming like ഈയാമ്പാറ്റ വന്ന് വീഴുന്നു. ആ തീ കൊളുത്തി വെച്ചത് അവരാണ്. ശരിക്കും അവർ നേരത്തെ ഏറ്റുമുട്ടൽ നടത്തുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ. അവർ ഗന്ദർബാലിൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അവ അങ്ങനല്ല. ഇക്കുറി എല്ലാ സീമകളും ലംഘിച്ചു. ഇക്കുറി പാവങ്ങൾ നിരപരാധികളായ 10-26 പേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നു. അവരുടെ നിസ്സഹായത അവർ ആസ്വദിച്ചു. കുറേയധികം വൈധവ്യങ്ങൾ ഉണ്ടാക്കി, കുറേയധികം സിന്ദൂരങ്ങൾ മായ്ച്ചു. എന്നിട്ടത് ബാക്കി രാജ്യത്തോട് പോയി പറയാൻ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു. അങ്ങനെ കുറേ നിസ്സംസ ഹൈനിയസ് ആക്ട് ആയിരുന്നു. അതിന് മാപ്പില്ല.